അവിടെ മഴ ഉണ്ടായിരുന്നു. നല്ല കാറ്റും കൊടുവൊക്കെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് മഴ പെയ്ത പരിപാടി കഴിഞ്ഞിട്ട്. മലയാളികൾ നിമിഷത്തിനു വേണ്ടിയാണ്. സൂചിമുനയിൽ ഒട്ടകത്തെ കയറ്റുന്ന സൂക്ഷ്മത വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത അലഭ്യസുന്ദര നിമിഷം. ആകാംക്ഷയുടെ മുൾമുനയിൽ കാണികളെ മത്സരത്തിന്റെ ഉദ്വേഗത്തിന്റെ ഉത്തുംഗ പിണ്ടങ്ങളിലെത്തിക്കൊണ്ട് ഇതാ ഇതാ എന്തും സംഭവിക്കാം. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയായിരുന്നു. ഇപ്പൊ അപ്പോഴപ്പോഴാ. എടാ നീ ജിമ്മി വരാന്ന് പറഞ്ഞിട്ട് പിന്നെ കണ്ടില്ലല്ലോ. ഓ ജിമ്മ് സെക്കൻഡ് ഫ്ലോറിലല്ലേ, എനിക്ക് വയ്യ സ്റ്റെപ്പ് ഒന്നും കയറാൻ. അത് ഇന്നെവിടെ ആയിരുന്നു പരിപാടി? മുണ്ടത്തിക്കോടമ്പലം. ചേട്ടാ 3 പൊറോട്ട, ബീഫിന്റെ ചാറ്, ഒരു ഡബിൾ പൾസ്. 60. ഗാനമേള ഇന്റർവെല് കഴിഞ്ഞതും ഞാൻ സ്റ്റേജിലോട്ട് കയറി നമ്മുടെ ചടിതി അങ്ങ് തുടങ്ങി. പിള്ളേരങ്ങ് ഇളകിയില്ലേ. അതിലൊരുത്തനൊരു ബലൂൺ കൊണ്ടുവന്നു. 3 പയ്യന്മാരും കൊണ്ടുവന്നൊരു നോട്ട് മാറി. എത്രയാന്ന് പറഞ്ഞ? 60. അമേരിക്കയിലൊരു പരിപാടിക്ക് പോയപ്പോ ഒരു ഡോളർ മാല കിട്ടി. അതിലൊരു ഡോളറായി. ഇതിനുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ട് മടുത്തു. ചേട്ടാ ഒന്ന് അയ്യോ ചേട്ടാ വലിയ ഉപകാരം. ഇന്നത്തെ കാലത്ത് നോട്ടുമാല കിട്ടിയിട്ട് എന്നാ ഒഴുകാനാ? അതെന്നാ വർത്തമാനോ പ്രകാരമായി. ഞാനൊരു പാട്ടുകാരൻ. പാട്ടുകാരുടെ നിങ്ങൾ സ്റ്റേജിൽ കയറി CD ഇട്ട് ചുണ്ടനക്കുന്നത് അറിയാത്തവരാരാ? ഞാൻ അങ്ങനത്തെ പാട്ടുകാരനല്ല പ്രഭാരം. 26 വർഷത്തെ സർവീസ് ഉണ്ട് എനിക്ക് ഈ ഫീൽഡിൽ. എന്നിട്ട് രക്ഷപ്പെട്ടില്ലല്ലേ പ്രഭാര? കൊച്ചു പിള്ളേരൊക്കെ അങ്ങ് കയറി പോവുകയല്ലേ. ഈ കേരളത്തിലൊക്കെ ഒരു ഭാഗ്യം വേണം അല്ലേ? അതെ, നിനക്കെന്നും കയറ്റം ഇറക്കമാണല്ലോ. ഇറങ്ങ എടാ എന്നൊന്നാ വീട്ടിലിറക്കി. ഞാൻ ഈ വഴിയാ. ഇന്നലത്തെ പരിപാടിക്ക് ഒരു 14. എന്താ പരിപാടിക്ക് പോണ മുമ്പ് 1-2 തേങ്ങ പൊതിച്ചു വെച്ചിട്ട് പൊക്കോടെ. അമ്മേരെ കൈ മുറിഞ്ഞു. ഇവിടെ നോക്കട്ടെ. നല്ലോണം പറഞ്ഞ ചോര നിക്കുന്നില്ല. രാവിലെ ആയതുകൊണ്ടാ. ഇത്തിരി കാപ്പി കൂടി വെച്ചാൽ മതി. എടി നീ പോയി അച്ഛന് ഇച്ചിരി കാപ്പി ഇട്ട് കൊടുത്ത്. ഒരു 100 രൂപ കൊടുത്ത് ഇങ്ങനെ പൊതിക്കുന്ന മെഷീൻ കിട്ടല്ലോ. അങ്ങോട്ട് ചെന്നാ മതി. ഹലോ, എന്റെ അച്ഛനും മോളും കൂടെ ഒരു ബഹളം. മോള് ഓരോ തമാശ. ഇങ്ങോട്ടാ രാവിലെ? ഇച്ചിരി ചിക്കൻ വാങ്ങണം, എന്നൊരു വിശേഷം ഉണ്ട്. ഹലോ, തേങ്ങോതിയാണോ? ഗാനമേളയൊന്നുമില്ലേ? ഇന്നലത്തെ പരിപാടി കഴിഞ്ഞ് വന്ന് കയറിയുള്ളൂ. മീൻ എന്തൊക്കെയുള്ളേ? മീനല്ലേ ഉള്ളു, വന്ന് നോക്ക്. ചാള, അയില, കുഴുവ, വേളൂരി, പള്ളത്തി, മുള്ളൻ, ചെമ്മീൻ, അങ്ങനത്തെ ചെറിയ മീനൊന്നും ഇവിടെ ഇല്ല. കരിമീൻ ഉണ്ടാവലുണ്ട്. കരിമീൻ കിലോ 500 രൂപ. എടുക്കട്ടെ? ഐസിട്ടാണോ? വേണ്ട, തൊണ്ടയ്ക്ക് പ്രശ്നം. അതിന് പച്ചക്കറിൽ വേവിച്ചിട്ടല്ലേ വീണുങ്ങണത്. കാശ് കൊടുത്ത് വല്ലതും മേടിച്ച് തിന്നുതാറേ. വണ്ടി പുതിയ? സെക്കൻഡ് ഹാൻഡാ. നമ്മുടെ തെരുവിക്കാരായാലും വർഗീസേട്ടൻ്റെ മോന് വേണ്ടി വാങ്ങിച്ചതാ. ആ ചെറുക്കൻ ഇതെടുത്തിട്ട് 100-100 ഇങ്ങോട്ട് കൂടി കുത്തിക്കയറി തലയടിച്ച് വീണു. ഭാഗ്യത്തിന് ജീവൻ തിരിച്ചു കിട്ടി. പിള്ളേർക്ക് ഇങ്ങനത്തെ വണ്ടിയൊന്നും മേടിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞ് ഞാൻ വർഗീസേട്ടൻ്റെ ഭാര്യനെ പേടിപ്പിച്ചു. അങ്ങനെ ചുടുവിലക്കത് വാങ്ങിച്ചു. ബൈക്ക് അടിപൊളിയാ. മിനിക്കും മോക്കും കൂടെ ഒരു വണ്ടി മേടിക്കണം. എൻ്റെ സാറേ, ഇതുപോലത്തെ വണ്ടിയൊക്കെ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഇതൊക്കെ ഉപയോഗിക്കേണ്ടവരെ ഉപയോഗിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നല്ല പണി കിട്ടും. വാങ്ങിച്ചില്ലേ? അത് ചേച്ചിയുടെ കഴിക്കുന്നത് പറ്റി? ഓ, ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. ഇതങ്ങനെ ചെറുതായിട്ട് കാണരുത്. ആശുപത്രി കൊണ്ട് ഡോക്ടറെ കാണിക്കണം. കൃത്യസമയത്ത് തീറ്റയെടുത്തില്ലെങ്കിൽ സെപ്റ്റിക്കാവും, പഴുക്കും, വിരൽ മുറിച്ച് കളയേണ്ടി വരും. ഞാൻ ചേച്ചിയോടുള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ട് പറഞ്ഞ കേട്ടോ. മെഡിക്കൽ കോളേജിൽ നിന്ന് പാസ്സായിട്ട് നേരെ ഇറങ്ങിയിരിക്കുക മീൻ കച്ചവടത്തിന്. ഇപ്പൊ അയാള് പറഞ്ഞതാ കുറ്റം.
ഇതിനൊക്കെ ബിസിനസ് ട്രിക്കല്ലേ? കമ്മിറ്റിക്കാരുടെ ഭാര്യമാരോട് ഞങ്ങൾ ഇതിനപ്പുറം പറയും. എന്നാ ഇതൊരു പൊതിച്ചില്ലേ? നീ ഇപ്പൊ ചമ്മന്തി ഒന്നും വേണം, നീ ഒരു കപ്പളങ്ങ പോയി കുത്തിയിട്ട് ചെല്ലു. വെണ്ണിലവേ വെണ്ണിലവേ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാരി ദേവുടാ ദേവുടാ ഏഴുമലാഹുവാ കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ ഒന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്യണ്ട രമണി. മുറ്റത്ത് ഇപ്പോഴും ഇലയൊക്കെ കിടപ്പുണ്ടല്ലോ. ഞാൻ അടിച്ചു വരി കഴിഞ്ഞിട്ട് വീണല്ലേ ചേച്ചി? ഞാനൊരു ഫിസിക്സ് ടീച്ചറാ. ഇലകളുടെ ചലന നിയമത്തെ പറ്റിയൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. എന്താ എടുക്കും അവിടെ? കോഴി കൊക്കണുണ്ട്. മുട്ടയിട്ടത് എവിടെ നിന്ന് പിടിയും കിട്ടുന്നില്ല. ഓ, തെങ്ങിൻ ചോട്ടിലൂടെ പോയി നോക്കട്ടെ. എന്തോ ഭംഗിയാ. തുണി അലക്കുമ്പോ അന്തരീക്ഷത്തിലേക്ക് തെറിക്കുന്ന ജലകണങ്ങളിൽ സൂര്യരശ്മികൾ റിഫ്ലക്ട് ചെയ്യുമ്പോ മഴവില്ലുണ്ടാവും. മിനി ശ്രദ്ധിച്ചിട്ടില്ലേ അതിന്റെ ഭംഗി? ഓ, വിബ്ജിയോർ എന്നല്ലേ ഇടൂ. എന്താ വിശേഷം? സാജുവേട്ടനും രാവിലെ ചിക്കൻ മേടിക്കാൻ പോകുന്ന ഉണ്ടായിരുന്നല്ലോ. ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയ CV രാമന്റെ പിറന്നാളെന്ന്. ലഡു എടുക്ക്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയ എക്സിബിഷനെ എൻ്റെ പിള്ളേരുണ്ടാക്കിയ സൗരയൂഥത്തിനായിരുന്നു സെക്കൻഡ്. സൂര്യൻ, അതിനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ, അതിനു ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹങ്ങൾ, അതായിരുന്നു പ്രോജക്റ്റ്. ഇവിടെ നിന്ന് എന്താ കറി? കരിമീൻ മേടിച്ചായിരുന്നു. ഉല്ലാസം ഒന്നില്ലേ? ഉറങ്ങാ. നീ ആ ജാക്കറ്റ് എന്തിനാ എടുത്ത് അലക്കുന്നത്? അതൊന്നും അലക്കേണ്ട കാര്യമില്ല. അതിന് ഇതിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു. എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒന്നും എന്നോട് ചോദിക്കാൻ അലക്കരുത്. ഇന്ന് പ്രോഗ്രാം ഒന്നും ഇല്ലല്ലോ. ഉല്ലാസം ഒരു ലഡു എടുക്കുന്ന CV. എന്നാണ് ഇതിട്ട് അലക്കുന്നത്? ട്രൂപ്പിന്റെ അടുത്ത വർഷത്തേക്കുള്ള പോസ്റ്ററിലെ ഫോട്ടോ എടുക്കേണ്ട ദിവസമായിരുന്നു. നീ ഇതിപ്പോ എപ്പോ ഉണങ്ങിയിട്ട് ഞാൻ എപ്പോ ഇട്ടുണ്ട് പോകാനായിട്ട് ദൈവമേ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. വിവരം കിട്ടവളെ. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇത് തന്നെയല്ലേ ഇടുന്നത്. പാട്ടോ മാറ്റുന്നില്ല, ഈ കോട്ടെങ്കിലും മാറ്റി. എപ്പോ നോക്കിയാലും ഒരു ചടുതി ചടുതി. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി. തേങ്ങ വീണതാ. യോ ചാച്ചേട്ടൻ എന്ത് പറ്റി? ഇതെന്ത് പറ്റി? സ്ഥലത്ത് എങ്ങനെ വിടവാ? എന്താ ഉല്ലാസേട്ടാ? ന്യൂട്ടൺ ചതിച്ചതാ. ഗ്രാവിറ്റി ഗ്രാവിറ്റി. മൂന്നാല് ജോഡി സ്റ്റിക്ക് മേടിക്കണം. അത് കമ്പനി മേടിക്കോ അതോ ഞാൻ മേടിക്കണോ? തല്ലി പൊട്ടിക്കാനുള്ളതല്ലേ? 50-50. റെഡി. എന്താ ഡ്രമ്മോ വായിക്കാണോ അതോ കോല് കളിക്കാണോ? താൻ തൻ്റെ മകളുടെ കാര്യം നോക്കിയാ. അതെ, ഈ പോസ്റ്റർ അടിച്ച് വരുമ്പോഴേ ഡ്രംസ് ഒക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവും. നമ്മുടെ ഫോട്ടോഷോപ്പ് വരും വിട്ടുക്കനല്ലേ? ഇത് ഒറിജിനല്ല, ഞാൻ ചെയ്തതാ. ഞാൻ നാളെ ഡ്രംസുമായിട്ട് വരാം. ഒന്നുകൂടി എടുക്കണം. മാട്രിമോണിയുടെ വേറെ എടുക്കണം. സ്വകാര്യമൊക്കെ പിന്നെ ഇവരെ ഒന്ന് എടുത്തു വിട്ടേര്. അതെ, വേറെ പരിപാടി ഉള്ളതാ. എവിടെ പരിപാടി? കല്യാണ പരിപാടിയാ. മയക്ക് പിടിച്ച് പാടുന്ന പോലെ ദേ ഇങ്ങനെ നിന്നു. എന്റെ കോല് കളിക്കേ കുഴപ്പമുള്ളൂ. ഇതിപ്പോ സോഡ കുടിക്കുന്നവരുണ്ടല്ലോ. നേരെയുള്ളത് എടുക്കാവോ? ഇത് നല്ലതല്ലേ? അല്ല, മാളെയൊക്കെ കാണാൻ. അതെ, ഏതെങ്കിലും 2 പേര് ചെരിഞ്ഞു നിന്നാലേ പോസ്റ്റർ ലേഔട്ട് ചെയ്യുമ്പോൾ ഒരു രസം ഉണ്ടാവുള്ളൂ. ഞാൻ നിൽക്കൂല. തബല ബാബു ചേട്ടനും ഉല്ലാസേട്ടനും ചെരിഞ്ഞേക്കൂലേ? ഹലോ, ഒരാളിവിടെ ഇല്ലെന്ന് കരുതി എല്ലാവരുടെ അയക്കിട്ട പണിയല്ലേ? ഈ ഉല്ലാസിനെ കൊണ്ട് ഈ ട്രൂപ്പിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ആവശ്യമില്ലാത്തവരുടെ ഫോട്ടോ പോസ്റ്ററിൽ വയ്ക്കാതിരിക്കാനും നല്ലത്. കോളേജ് പരിപാടിയൊന്നും കിട്ടൂല. റോഡരികെ വിൽക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ബനിയനോട്ടുണ്ട് വരും. ട്രൂപ്പ് തുടങ്ങിയ കാലം മുതലുള്ള ആർട്ടിസ്റ്റാ.
എനിക്കങ്ങനെ ഒഴിവാക്കാൻ പറ്റൂല. അയാളായിട്ട് പോവുകയില്ല. ഞാൻ ലേറ്റായോ? ആഹാ, വന്നോ? ഉല്ലാസ് വരാൻ വയ്യപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വേറെ ഏതെങ്കിലും ട്രൂപ്പുകാർ പൊക്കിക്കൊണ്ട് പോയിരിക്കുന്ന. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾക്കൊരു കല്യാണ പരിപാടിയുണ്ട്. ഒരു ബുഫേ കല്യാണമാ. വാ വാ, നീ റെഡിയാ? വാ വാ. നമസ്കാരം. നമസ്കാരം. അറിയില്ലേ ശ്യാമപ്രസാദ് ഈ വർഷം ഇതാണ് നമുക്ക് മലയാളം പാടുന്നത്. അറിയാം. ഏഞ്ചൽ വോയിസിലും കലാഭവനിലൊക്കെ പാടിയിട്ടുണ്ടല്ലേ? സ്ഥിരമായിട്ടില്ല, പലപ്പോഴും ഗസ്റ്റ് ആയിട്ടൊക്കെ. $2,500 പേയ്മെന്റ്. വണ്ടിയിൽ ഫ്രണ്ട് സീറ്റ് കറക്റ്റ് ക്ലാസ് കിട്ടാം. ചുവയിൽ തൊട്ടുള്ള കളി വേണ്ട. ഒന്ന് ചെരിഞ്ഞെന്ന്. കഴിഞ്ഞ 8 കൊല്ലോട് ഞാൻ തന്നെയല്ലേ ചരിഞ്ഞു നിൽക്കുന്നത്. കൊല്ലവും ചരിഞ്ഞാണോ? നീ അത് വിടേ. ഒരെണ്ണം നേരെയുള്ളതും വേണം. പാസ്പോർട്ട് സൈസ് കാര്യമുണ്ട്. ഇതിപ്പോൾ 5,000 രൂപ അഡ്വാൻസ്. ബാക്കി പരിപാടി തുടങ്ങുന്നതിന് മുമ്പൊന്നുമില്ല. പരിപാടി കഴിഞ്ഞ് കുളമായ കാശ് തരികയില്ല. സുനീഷേ, മിണ്ടാണ്ടിരി. ഉഗ്ര സ്വരൂപിണിയായ ദേവിയാ, എന്തെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് ദേവി പറഞ്ഞു. ശരി എന്നാ. അപ്പോൾ അവിടെ വെച്ച് കാണാം. ഓ, അതിൽ തുടരുത്. സോറി.